സ്വർണ്ണവില ചതിച്ചു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത്. അതായത് പഴയ ആഭരണങ്ങൾക്ക് ഡിമാൻഡ് കുറഞ്ഞു എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട്. സ്വർണ്ണവില റെക്കോർഡ് ഉയരങ്ങൾ കീഴടക്കുന്നതിനിടെ 2025 യു എയിലെ പഴയ ആഭരണങ്ങളുടെ ആവശ്യകത 15% കുറഞ്ഞതായിട്ടാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ഉയർന്ന വിലകൾ ഉപഭോക്താക്കളെ ഭാരം കുറഞ്ഞ ആഭരണങ്ങൾ, നാണയങ്ങൾ, ബാറുകൾ എന്നിവയിലേക്ക് തള്ളിവിട്ടതായി വേൾഡ് ഗോൾഡ് കൗൺസിൽ വ്യാഴാഴ്ച പുറത്തിറക്കിയ ഡാറ്റയിൽ വ്യക്തമാക്കുന്നു. ആഭരണങ്ങളുടെ ആവശ്യകത 2024 34.7 ടണ്ണിൽ നിന്ന് കഴിഞ്ഞ വർഷം 29.4 ടണ്ണായി കുറഞ്ഞു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അതേസമയം 2025 നാലാം പാദത്തിൽ ഡിമാൻഡ് 15% കുറഞ്ഞ് 7.5 ടണ്ണായി. എന്നാൽ സ്വർണ്ണ കട്ടികളുടെയും നാണയങ്ങളുടെയും വിഭാഗം ഈ പ്രവണതയെ മറികടന്നതായി ഡാറ്റ കാണിക്കുന്നു. 2025 വാർഷിക ഡിമാൻഡ് 24% വർദ്ധിച്ചു. വില കുതിച്ചുചാട്ടം തുടരുമെന്ന് പ്രതീക്ഷിച്ച ഉപഭോക്താക്കൾ സ്വർണ്ണ നാണയങ്ങളിലേക്കും ബാറുകളിലേക്കും മാറിയതോടെ ഈ ഇനത്തിലെ വിൽപ്പന ആകെ 14.8 ടണ്ണായി മാറി എന്നുള്ളതാണ് റിപ്പോർട്ടുകളെല്ലാം പറയുന്നത്. മൊത്തത്തിൽ കഴിഞ്ഞ വർഷം യു എയിൽ സ്വർണത്തിന്റെ ഡിമാൻഡ്, അതായത് ബാറുകൾ, നാണയങ്ങൾ, ആഭരണങ്ങൾ എന്നിവയുൾപ്പെടെ 4% കുറഞ്ഞ് 44.2 ടണ്ണായി മാറി. 2025 നാലാം പാദത്തിൽ ഡിമാൻഡ് ഓരോ പാദത്തിലും 13.7 ടണ്ണായി വർദ്ധിച്ചിരുന്നു. 2025 മൂന്നാം പാദത്തിൽ 9.7 ടണ്ണിൽ നിന്ന് 11.7 ടണ്ണായി. ആഗോളതലത്തിൽ ലോകമെമ്പാടുമുള്ള എല്ലാ വിപണികളിലും ആഭരണങ്ങളുടെ ആവശ്യകതയുടെ അളവ് വർഷം തോറും കുറഞ്ഞു എന്നതാണ് റിപ്പോർട്ടുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. 2025 ഉടനീളം സ്വർണം എക്കാലത്തെയും ഉയർന്ന നിരക്കുകളുമായി മുന്നേറിയതിനാൽ ഇതിൽ അതിശയിക്കാനില്ല. അതേസമയം മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ അളക്കുന്ന ആവശ്യകതയുടെ കാര്യത്തിൽ നേരെ വിപരീതമായിരുന്നു യാഥാർത്ഥ്യം. 2025 ശ്രദ്ധേയമായ സ്വർണ്ണവില വർധനവ് ലോകമെമ്പാടുമുള്ള ആഭരണ ഉപഭോക്താക്കളിൽ അനിവാര്യമായതും താങ്ങാനാവുന്ന വില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.